ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ്. പ്രത്യേകിച്ച് ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ് ഒരു സൈഡിൽ നടക്കുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് ട്രംപ് പറഞ്ഞ പരാമർശം അതാണ് ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. പക്ഷെ അതിൽ കൃത്യമായിട്ടുള്ളൊരു വിലയിരുത്തൽ ആവശ്യമാണ്. ട്രംപ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ട്രംപ് ഇന്ത്യയെക്കുറിച്ച് എന്താണ് പറഞ്ഞു പറഞ്ഞാൽ, ഇന്ത്യ ഭൂമിയിലെ നരകമാണെന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. എന്തുകൊണ്ട് പറഞ്ഞു? വെറുതെ പറഞ്ഞോ അല്ലെങ്കിൽ ജസ്റ്റ് കാർഡടിച്ച് വെടിവെച്ചോ? ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ ജസ്റ്റ് അങ്ങ് പറഞ്ഞതല്ല. ട്രംപ് ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു 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 ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് അതങ്ങനെ പറഞ്ഞത്. ആ ആർട്ടിക്കിൾ മൈക്കൽ സാവോസ് എന്ന് പറഞ്ഞ അമേരിക്കൻ എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തി എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ആ ആർട്ടിക്കിളിൽ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുന്ന ആൾക്കാരെക്കുറിച്ച്, അവരുടെ ബെർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്, അതായത് 2 ഇല്ലീഗൽ ഇമിഗ്രൻറ്റുകൾ വരുന്നു, അവർക്ക് കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞിൻ്റെ പേരിൽ കുഞ്ഞിനും സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ട അവസ്ഥ, അതിൻ്റെ ഗാർഡിയൻഷിപ്പ് എന്നുള്ള നിലയിൽ പാരൻസിനും സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ട അവസ്ഥ. അപ്പോൾ അങ്ങനെ നിരവധി പേര് അമേരിക്കയുടെ ഉള്ളിൽ സിറ്റിസൺഷിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രംപ് പറഞ്ഞു വെച്ചത്. ഇവിടെ നമ്മൾ ട്രംപിനെയൊക്കെ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപിൻ്റെ മണ്ടത്തരങ്ങൾ, പൊള്ളത്തരങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കീറി മുറിച്ച് ഇഴകീരി പരിശോധിച്ച് നമ്മൾ വിമർശിച്ചിട്ടുണ്ട്, ഇല്ലയെന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ നേരെ മറിച്ചാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഇല്ലീഗലായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാൻ ചെന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ തന്നെ ഈ ട്രംപ് പൊസിഷനിൽ വന്ന സമയത്ത്, ഈ 2025 ജനുവരി ഫെബ്രുവരിയിൽ തന്നെ ഈ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ICE തെരഞ്ഞു പിടിച്ച് അവരെ കസ്റ്റഡിയിലെടുത്ത് ഡീപ്പോർട്ടേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരും അവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ ഇല്ലീഗലായിട്ട് പോകുന്ന ഇന്ത്യക്കാരെ നമ്മളൊരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ നരകമെന്നോ ഇന്ത്യ പാതാളമെന്നോ ഇന്ത്യ എന്തെന്ന് വേണമെങ്കിലും ട്രംപിന് പറയാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം വിഷയം എന്താണോ ആ വിഷയത്തിൽ ഊന്നിയാണ് പുള്ളിക്കാരൻ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ കൂടുതൽ കൗണ്ടർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യക്കുള്ളിൽ എന്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ലക്ഷക്കണക്കിൽ 50 ലക്ഷമൊക്കെ മുടക്കിയിട്ടാണ് ഇന്ത്യയിൽ നിന്നും ആൾക്കാർ ഇല്ലീഗലായിട്ട് പോകുന്നത്. ഈ 50 ലക്ഷം വെച്ചിട്ട് ജീവിക്കാൻ അറിയാത്തവൻ ഇനി അമേരിക്കയിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്? 50 ലക്ഷം ഒരുത്തൻ്റെ കയ്യിലുണ്ട്, അവന് ജീവിക്കാൻ അറിയത്തില്ല, അവൻ അമേരിക്കയിൽ പോയാലേ ജീവിക്കാൻ പറ്റൂ. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മൾ എന്താണ് പറയേണ്ടത്? ഒന്നും പറയാനില്ല. ഇനി ട്രംപ് അത് നരകമെന്നോ തീക്കുണ്ടമെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ട്, നമുക്കൊന്നും പറയാനില്ല. നോ കമൻസ്. അതിൽ ഇന്ത്യയെ മാത്രമല്ല ചൈനയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള, ഇന്ത്യ വളരെ അടുത്ത സുഹൃത്താണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പിന്നീട് ആ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഡെമോക്രാറ്റുകൾ ഇതിനെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കണ്ട് അതിനെ ഇന്ത്യക്കെതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നെറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ അതേ മാതൃകയിൽ, അതായത് ഇന്ത്യ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള തരത്തിൽ നടക്കുന്നുണ്ട്. ഇല്ല, പക്ഷേ ഞാൻ അതിനെ അങ്ങനെയല്ല നോക്കിക്കാണുന്നത്. US നേവിയുടെ പുതിയൊരു സ്ലോഗൻ, ഷൂട്ട് ആൻഡ് കിൽ, ഇതാണ് പുതിയൊരു സ്ലോഗൻ. ഇതെന്തിനെക്കുറിച്ചാണ് ഈ ടാഗ് ലൈൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ, ഇറാൻ ഇന്ന് രാവിലെ അവരുടെ കയ്യിൽ ചെറിയ ബോട്ടുണ്ട്. ഈ ചെറിയ ബോട്ടിൻ്റെ സ്പീഡിനെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ പാസ് ഓവർ ചെയ്യാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ ഇറാൻ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ഉള്ളിൽ ഇറങ്ങി ഇതേപോലത്തെ ചെറിയ ബോട്ടുകളെ എവിടെ കണ്ടാലും ഡ്രോൺ വെച്ച് ആ ബോട്ടുകളെ അടിച്ച് തകർത്ത് അതിലുള്ള IRGC മെമ്പേഴ്സിനെ കൊല്ലാനാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് തികച്ചും യുദ്ധം നടക്കുകയാണ്, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി യുദ്ധം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം നടക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ആയുധങ്ങൾ മിഡിൽ ഈസ്റ്റിൽ, യൂറോപ്പിലൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാത്രം 21 C-17 ഷട്ടിൽ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഏതാണ്ട് 819 ട്രിപ്പാണ്. അതായത് ഈ സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം അമേരിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റ് ആൻഡ് യൂറോപ്പിലേക്ക് വന്നിറങ്ങിയിട്ടുള്ളത് 819. അതിനോടൊപ്പം ഇപ്പോൾ ഈ ഒരു 21 കൂടി കൂട്ടിച്ചേർക്കേണ്ട സാഹചര്യമാണ്. B2, B1 സ്ട്രാറ്റജിക് ബാമേഴ്സ് എല്ലാം തന്നെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പ്രാക്ടീസും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ട്രയൽ റണ്ണും അവർ എടുക്കുന്നുണ്ട്. ഇറാൻ ശരിക്കും പറഞ്ഞാൽ കാര്യമറിയാതെ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുകയാണ്. അവർ ഭയങ്കര വീറും വാശിയൊക്കെ ഉള്ള ആൾക്കാരാണ്. അതെല്ലാം തന്നെ നല്ലത് തന്നെയാണ്, ഇല്ലാന്നില്ല. പക്ഷേ അവർ ചില സമയങ്ങളിൽ ഓവർ കോൺഫിഡൻസ് ഇറാനെ വല്ലാത്ത രീതിയിൽ നെഗളിപ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ ആ നെഗളിപ്പ് ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല. അത് ഇറാൻ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അപകടം വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് അറിഞ്ഞുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോയാൽ ഇറാന് വളരെ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും യുദ്ധം തുടങ്ങും. അത് ഓൾമോസ്റ്റ്
ഏതാണ്ട് കൺഫേമായ അവസ്ഥയിലാണ്. കാരണം ലെബനൻ്റെ ഉള്ളിൽ നിന്നും ഇസ്രായേലിന് നേരെ ഒരു പ്രഷർ, അതായത് സീസ് ഫയറിലേക്ക്, അതായത് ഡയറക്റ്റ് നെഗോസിയേഷനിലേക്ക് ജോസഫ് ആവോൻ വിത്ത് ലെബനൻ ഗവൺമെൻറ് ടീം വന്ന് ഇസ്രായേലുമായിട്ട് ചർച്ച നടത്തി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ചർച്ച നടത്തുന്ന ദിവസം തന്നെ സീസ് ഫയർ വേണമെന്ന് പറഞ്ഞിരുന്ന ലെബനൻ ഇന്ന് പറയുന്നത് വെടിനിർത്തൽ സംഭവിക്കണം, അതോടൊപ്പം ഇസ്രായേലിൻ്റെ IDF ട്രൂപ്പ് പൂർണ്ണമായിട്ടും ലെബനനിൽ നിന്നും പിൻവാങ്ങണം, എന്നാൽ മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറാവൂ എന്നുള്ള ഇറാൻ മാതൃകയിലുള്ള ഒരു പിടിവാശി ഷാട്ടിം പിടിച്ചു നിൽക്കുന്ന ജോസഫ് ആവോനെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ജോസഫ് ആവോൻ ഇതിന് മീഡിയേറ്ററായിട്ട് ഇമ്മാനുവൽ മാക്രോനെ കൂടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലെബനനിലും ഇപ്പം നിലവിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പരിഹാരത്തിന് ഒരു തരത്തിലുള്ള സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ടെമ്പററി ആയിട്ട് ഒരു 10 ദിവസം സീസ് ഫയർ എന്ന് പറഞ്ഞിരുന്നാലും ഹിസ്ബുള്ളകളും അതിനെ അംഗീകരിക്കുന്നില്ല. ഇപ്പം ശരിക്കും ഹിസ്ബുള്ളയുടെ വക്താവായിട്ട് സംസാരിക്കുന്ന ലെബനൻ ഗവൺമെൻറ്റിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ലെബനൻ്റെ ഉള്ളിലുള്ള പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നവാസ് സലാമിനും അതുപോലെ തന്നെ ഈ പ്രസിഡൻ്റായിട്ടുള്ള ജോസഫ് ആവോനും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം. ആ വ്യത്യാസം കൃത്യമായിട്ട് അവർ പുറത്ത് കാണിക്കാതെ ഉള്ളിൽ തന്നെ അടക്കി പിടിച്ചുകൊണ്ട്, കാരണം ഈ നവാബ് സലാം എന്ന് പറഞ്ഞ വ്യക്തി ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുപോലെ ജോസഫ് ആവോൻ അമേരിക്കയുടെയും സൗദി അറേബ്യ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കൊണ്ടവിടെ ഫിക്സ് ചെയ്ത നൂലിൽ കെട്ടി ഇറക്കിയ വ്യക്തിയാണ് ജോസഫ് ആവോൻ. സിമിലർലി ലൈക്ക് ബംഗ്ലാദേശിൽ നമ്മുടെ യൂനസ് വന്നല്ലോ, അതേ മാതൃകയിൽ വന്ന വ്യക്തിയാണ് ജോസഫ് ആവോൻ. അപ്പോൾ ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ചർച്ച പാളുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ലെബനൻ്റെ ഉള്ളിൽ ആക്രമണങ്ങൾ ഇസ്രായേൽ ശക്തമായി തന്നെ തുടരുന്നുണ്ട്, അതും ഒരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് ഹിസ്ബുള്ള ലീഡറുകളെ തെരഞ്ഞു പിടിച്ച് വധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. US-ൻ്റെ നേവി ചീഫിനെ ഫയർ ചെയ്തിട്ടുണ്ട്, മീൻസ് അയാളെ പിരിച്ചുവിട്ടിട്ടുണ്ട് ജോലിയിൽ നിന്ന്. അതിന് കാരണമായിട്ട് പറയുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ നടന്ന ബ്രീച്ചിങ്. ഇറാൻ്റെ 2 കപ്പലുകളാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്കയുടെ ബ്ലോക്കേഡിനെ ബ്രീച്ച് ചെയ്ത് മറികടന്ന് ചൈനയിലേക്ക് യാത്ര തിരിച്ചിരുന്നത്. ആ 2 കപ്പലുകളെയും മടക്കി പിടിച്ചിട്ടുണ്ട് അമേരിക്ക. പക്ഷേ അതിൻ്റെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. ഇപ്പം PTX എടുത്ത നടപടിയാണ് നേവൽ ചീഫിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ട്രംപ് ഇറാനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയാണ്, ഇസ്രായേൽ നിങ്ങളുടെ ഓപ്പണൻറ്റ് റെഡി ആയിട്ടുണ്ട്, ഏത് നേരത്ത് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ഞൊടിച്ചാൽ മതി ആക്രമണം നടത്താൻ തയ്യാർ നിലയിലിരിക്കുകയാണ് എന്നുള്ളൊരു വാണിംഗ് കൂടി കൊടുക്കുന്നുണ്ട്. അതായത് ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് ഇടുന്ന പ്രഷറാണ്. കാരണം ട്രംപ് ഫ്രൈഡേ ആണ് ലാസ്റ്റ് ഡേ ആയിട്ട് ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേയോടുകൂടി ഒരു തീരുമാനത്തിലെത്തണം. അപ്പോൾ ഇവിടെ ഏഷ്യൻ സൈഡിൽ ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേ ഈവനിങ് ഒരു 5:36 ഒക്കെ ആകുമ്പോഴാണ് അമേരിക്കയിൽ ഫ്രൈഡേ നേരം വെളുക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ ഈവനിങ്ങോടുകൂടി ഒരു തീരുമാനത്തിലാവണം, ഇല്ലാന്നുണ്ടെങ്കിൽ സാറ്റർഡേ മോർണിംഗോടുകൂടി ഒരു തീരുമാനത്തിലാവണം. അപ്പോൾ അതായത് ഫ്രൈഡേ ടു സാറ്റർഡേ നൈറ്റ്, ആ ഒരു മിഡ് നൈറ്റിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ കുറച്ച് പോസ്റ്റ്പോണ്ട് ആവണം എന്നുണ്ടെങ്കിൽ ഇറാൻ്റെ സൈഡിൽ നിന്നും ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് നോട്ട് വരണം. പോസിറ്റീവ് നോട്ട് എന്ന് പറഞ്ഞാൽ വ്യാഴം വെള്ളി. പോസിറ്റീവ് നോട്ട് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ഡേ ടൈമിലെങ്കിലും ഇറാൻ്റെ സൈഡിൽ നിന്നും ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരേണ്ടതുണ്ട്. അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ തികച്ചും ഒരു ആക്രമണത്തിലേക്ക് തന്നെ, വീണ്ടും മിഡിൽ ഈസ്റ്റ് ഒരു യുദ്ധത്തിലേക്ക് തന്നെ പോകും. അത് ഓൾമോസ്റ്റ് ഉറപ്പിച്ച അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇസ്രായേൽ റെഡി ആയിട്ടിരിപ്പുണ്ട്, അതുപോലെ അമേരിക്കൻ ടീംസ് എല്ലാം റെഡി ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഇതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. ഇനിയിപ്പോൾ തെഹ്റാൻ എങ്ങനെ സർവൈവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ എല്ലാവരും നോക്കി നിൽക്കുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഫുൾ അലേർട്ടിലാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴും ഇറാൻ അവരുടെ തീരുമാനങ്ങളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അവരെപ്പോഴും വളരെ സ്റ്റബൺ ആയിട്ട് തന്നെയാണ് നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഓൾറെഡി ഡാമേജ്ഡ് ആണ്. കഴിഞ്ഞ 40 ദിവസത്തെ യുദ്ധത്തിൽ ഓൾറെഡി തന്നെ ഇറാൻ വല്ലാത്ത രീതിയിൽ ഡാമേജ്ഡ് ആണ്. ഇനിയിപ്പോൾ അവർ കൂടുതൽ ഡാമേജ് വിളിച്ചു വരുത്താൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാനും റെഡിയാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. I took it out militarily. Now what we're doing is sitting back and seeing what deal. And if they don't want to make a deal, then I'll finish it up militarily with the other 25% of the targets. We've hit 78% of the targets that we've wanted to hit. We've knocked out their manufacturing. We've knocked out their missile production. We've knocked out their drone production. We've knocked out everything. In some cases, when I say knocked it out, 70, 80, 90%. It's amazing what we've done. സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ഞങ്ങൾ ഫുൾ ആൻഡ് ഫുൾ കൺട്രോളിൽ എടുക്കും.
അങ്ങനെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട്. ഈ മാപ്പിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. 4 ഐലൻഡുകളാണ് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നത്. ഇത്തവണ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ പഴയതുപോലെ തന്നെ ഇറാൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കും സിറ്റി തെഹ്റാൻ, അതേപോലെ മെഹ്റബാദ്, മഷാദ്, തബ്രീസ് പോലത്തെ ഏരിയകളൊക്കെ ടാർഗറ്റ് ചെയ്ത് ഉള്ളിൽ അറ്റാക്ക് നടത്തുമ്പോൾ ഇവിടെ വെളിയിൽ ഈ ബോർഡർ ഏരിയയിൽ കിടക്കുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഐലൻഡുകൾ കേന്ദ്രീകരിച്ച് പഴയതുപോലെ തന്നെ അമേരിക്ക ആക്രമണം തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ Sir, would you use a nuclear weapon against Iran? You posted on Truth Social a few weeks ago. We don't need That's it. not Why what do I was need said. it? Why would a stupid question like that be asked? Why would I use a nuclear weapon? We've totally, in a very conventional way, decimated them without it. No, I wouldn't use it. A nuclear weapon should never be allowed to be used by anybody. ആശങ്ക പ്രകടിപ്പിക്കുന്നത് 2 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, ഒന്ന് UAE, മറ്റൊന്ന് ബഹ്റൈൻ. ഈ 2 രാജ്യങ്ങളും ശക്തമായ രീതിയിൽ അമേരിക്ക എടുത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഡിഫൻസ്, ഞങ്ങളുടെ രാജ്യത്തിനെ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസ്, അമേരിക്കയുടെ ബേസ്, ബഹ്റൈൻ ചോദിക്കുന്നില്ലെങ്കിലും UAE പറയുന്നത് അമേരിക്കയുടെ ബേസ് താൽക്കാലികമായിട്ടെങ്കിലും ഇവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ട സാഹചര്യം വരും. കാരണം ഒരുപാട് നഷ്ടമുണ്ടാകുന്നുണ്ട്. അത് UAE അത് ആഗ്രഹിക്കുന്നില്ല. കാരണം UAE ആരുമായിട്ടും യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു രാജ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം വേണം, ഡിസിഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് UAE പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇറാൻ ആണെന്നുണ്ടെങ്കിൽ UAEക്കെതിരെയും ബഹ്റൈനെതിരെയും വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. അതായത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും UAEയും ബഹ്റൈനും ഇറാൻ്റെ പ്രൈമറി ടാർഗറ്റ് ആയിരിക്കും എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പാകിസ്ഥാൻ ഇന്ന് ജസ്റ്റ് ഇറാനുമായിട്ട് ഒരു ടെലിഫോൺ കോൺവെർസേഷൻ. അപ്പോൾ അതിൽ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വരൂ, നമുക്ക് വേണമെങ്കിൽ ഒരു 2ാം ഘട്ട ചർച്ച നടത്തി നോക്കാം എന്നുള്ള നിലയിലൊക്കെ ഇറാനെ വീണ്ടും ഇൻവൈറ്റ് ചെയ്ത് ചമ്മി നാറി അവിടെ ഇരിക്കുകയാണ് പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാൻ്റെ മീഡിയേഷനിൽ നടന്ന ഈ സീസ് ഫയർ ഡീൽ, അതായത് ഇത് ട്രംപിൻ്റെ കളിയായിരുന്നു, ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഷോർട്ട് ബ്രേക്ക്. അതിന് പാകിസ്ഥാനെ പുള്ളിക്കാരൻ ഉപയോഗിച്ചു. അല്ലാതെ പാകിസ്ഥാൻ എന്തോ മഹത്തരമായ പ്രവൃത്തി ചെയ്തതുപോലെ മാധ്യമങ്ങളൊക്കെ നെറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുമ്പ് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ശരിക്കും പാകിസ്ഥാൻ ഇറാനെ വിളിച്ചു, ഇറാൻ വീണ്ടും വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ്റെ അടുത്ത്. അത് ട്രംപിൻ്റെയും അസീം മുനീറിൻ്റെയും ഉദ്ദേശം നടന്നില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇറാൻ അതിന് പാകിസ്ഥാന് കൊടുത്ത മറുപടി, ഞങ്ങളുടെ $11 ട്രില്യൺ അസറ്റുകളാണ് അമേരിക്ക സാങ്ഷനിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 11 ട്രില്യൺ ഒന്ന് റിലീസ് ചെയ്യാൻ പറയൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതിനെയാണ് ഇറാൻ, അമേരിക്ക ഞങ്ങൾ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസം വരത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി ഇറാനിന് വേണ്ടി അമേരിക്ക ചെയ്യണം. അതാണ് അവർ ചോദിക്കുന്ന വിശ്വാസം, ട്രസ്റ്റ്. 11 ട്രില്യൺ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പോൾ അതിൽ ശകലമെങ്കിലും ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ സമാധാന സൂചകമായിട്ട്, അല്ലെങ്കിൽ ചർച്ചയുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് കുറച്ചെങ്കിലും റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറാൻ ഒരുപക്ഷെ വഴങ്ങിയേക്കും. ഒരിത്തിരി പോലും അമേരിക്ക അതിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ വളരെ സ്റ്റബണായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് അവർക്ക് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും. ആക്രമണങ്ങൾ അതിശക്തമായ രീതിയിലായിരിക്കും ഇനി ഇറാൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്നത്. ഇന്നലെ 10 ഡ്രോണുകൾ തെഹ്റാൻ നഗരത്തിനുള്ളിൽ കണ്ടതിനെ തുടർന്ന് ശരിക്കും അവിടുത്തെ ആൾക്കാരൊക്കെ പാനിക്കായിരുന്നു. ഇതെന്താണ്, വീണ്ടും ആക്രമണം തുടങ്ങിയോ? കാരണം ഇങ്ങനൊരു സിറ്റുവേഷനിൽ, സീസ് ഫയർ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 10 ഡ്രോണുകളൊക്കെ ആകാശത്ത് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ പേടിക്കും. അപ്പോൾ അതിന് ഇറാൻ കൊടുത്ത മറുപടി, അത് വേറെ ആരും നമ്മളെ ആക്രമിക്കാൻ വന്നതല്ല, ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളൊന്ന് പരീക്ഷണം നടത്തിയതാണ് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അവർ എയർ ഡിഫൻസ് സിസ്റ്റം ശക്തിപ്പെടുത്തുന്നു, അവർ പല രീതിയിലും അവരുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നു. തീർച്ചയായിട്ടും അവർക്കത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഞങ്ങൾ തിരിച്ചു വരുന്നു, ഞങ്ങൾ മടങ്ങി വരുന്നു, ഞങ്ങൾ ശക്തമായ രാജ്യമാണ്, നിങ്ങൾ എത്രത്തോളം ഞങ്ങളെ ഹാർഡായിട്ട് അറ്റാക്ക് നടത്തിയാലും ഞങ്ങൾ വളരെ ക്വിക്കായിട്ട് റിക്കവർ ചെയ്ത് വരും, ഞങ്ങളുടെ നേഷൻ റീബിൽഡ് ചെയ്യും, ഞങ്ങൾക്ക് നല്ല റെസിലിയൻറ്റ് പവർ ഉണ്ട്, ഒരു തെളിവ് അങ്ങനെ അവർക്ക് ധരിപ്പിക്കണം. ഇതാണ് ഇറാൻ്റെ ടാക്ടിക്സ്. ശരിക്കും ഇറാൻ്റെ ഉള്ളിൽ തകർന്നടിഞ്ഞ് കിടക്കുകയാണ്, അതൊരു സൈഡിൽ കിടപ്പുണ്ട്. പക്ഷേ അവരുടെ ഇത്തരത്തിലുള്ള ടാക്ടിക്സ് ആണ് അമേരിക്കയുടെ മുന്നിലായാലും ശരി, ഇസ്രായേലിൻ്റെ മുന്നിലായാലും ശരി, ഗ്ലോബലി തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു നെറേറ്റീവ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നെറേറ്റീവിലാണ് അവരുടെ സ്ട്രെങ്ത്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്കെതിരെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഒരിക്കലും അമേരിക്കയുടെ കീഴിലേക്ക് വരില്ല, അത് ഇറാൻ്റെ കൺട്രോളിൽ തന്നെയാണ്. അത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലുകളെ കണ്ടിട്ടും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ഇറാൻ ചോദിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, സാധാരണ സ്ട്രേറ്റ് ഓഫ് ഹോർമസിലേക്ക് കടന്നു പോകുന്നത് പോലെ ഇനി കടന്നു പോകാൻ കഴിയില്ല. പേർഷ്യൻ ഗൾഫ് റീജിയനിൽ കിടക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും എണ്ണയായാലും ശരി തന്നെ, ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, ചരക്ക് ഗതാഗതം എല്ലാം കൊണ്ടുവരുന്ന കപ്പലുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇറാന്റെ സെൻട്രൽ ബാങ്കിലേക്ക് ഇറാനിയൻ കറൻസിയിൽ പേയ്മെന്റ് നടത്തി അതിനുള്ള റെസിപ്റ്റ് കയ്യിൽ കരുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് കടന്നു പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇറാന്റെ പുതിയ നിബന്ധന.
അപ്പോൾ ഇതെന്താണ് അവർ സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ ഫോറിൻ കറൻസി ട്രേഡ് ഇനി നടക്കൂല. ഇനി ഇറാൻ അടയ്ക്കേണ്ട ചുങ്കം അതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. അതിൻ്റെ ബില്ലൊക്കെ അവർ പാസ്സാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ചുങ്കം മസ്റ്റായിട്ട് പേ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 20 ലക്ഷമാണ് മറ്റുള്ള കപ്പലുകൾ അടയ്ക്കുന്നത് എങ്കിൽ UAE, ബഹ്റൈൻ 2 രാജ്യങ്ങളിൽ നിന്നും പോകുന്ന കപ്പലുകൾ അടയ്ക്കേണ്ട തുക 40 ലക്ഷമായിരിക്കും. അതായത് ഇരട്ടിയായിരിക്കും. അതാണ് അവർ പറയുന്നത്. ഞാൻ ജസ്റ്റ് അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു ഫിഗർ പറഞ്ഞതേ ഉള്ളൂ. UK ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ എന്താണെന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വീണ്ടും തുറക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ UKയുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വണ്ടടിച്ചിരിക്കുകയാണ്. കാരണം ഈ കീർ സ്റ്റാർമറും മാക്രോണും അതുപോലെ തന്നെ ജർമ്മനിയുടെ ചാൻസലറൊക്കെ കൂടി ചേർന്നിട്ടാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലേക്ക് 40 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അത് ഫോഴ്സ്ഫുള്ളി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇവരെ ഇപ്പം മഷിയിട്ട് തപ്പിയാൽ പോലും കിട്ടാത്ത അവസ്ഥയാണ്. അതാണ് ഇപ്പം UK, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി ഇവരുടെ എല്ലാം നിലവാരമാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം നിലവിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ ഇങ്ങനെ മാറി നിൽക്കും. ഇനി അഥവാ നാളെയോ മറ്റന്നാളോ എങ്ങാണ്ടും ഇറാൻ ഞങ്ങൾ ചർച്ചയ്ക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീസ് ഫയർ ചർച്ചയൊക്കെ നടത്തി അമേരിക്കയ്ക്കും ഇറാനും തമ്മിൽ ഇനി കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഞങ്ങൾ വരുന്നു, സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ആക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവർ മീറ്റിംഗ് കൂടി വലിയ പ്രസ്താവന ഇറക്കി പത്രത്തിൽ ന്യൂസ് അടിച്ചിറക്കും. ഇതിവരുടെ പൊളിറ്റിക്സ് ആണോ ഇല്ലെങ്കിൽ നാണംകെട്ട ഏർപ്പാടാണോ എന്നുള്ളത് നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അതപ്പതിച്ചിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ലെബനാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ദേഷ്യത്തിലാണ്. ഭീകരവാദത്തിനെ ഒരു തരത്തിൽ മാക്രോൺ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം മാക്രോണിന്റെ നിലപാട് അങ്ങനെയാണ്, മാക്രോണിന്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെതിരെ സാങ്ഷൻസ് കൊണ്ടുവരും എന്നുള്ള ഭീഷണി ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് നോർവേയും പറയുന്നത് ഗാസയ്ക്ക് കൊടുക്കാനുള്ള പൈസ ഉടനെ കൊടുക്കണം, ഇസ്രായേൽ അവർക്ക് കൊടുക്കേണ്ട എയ്ഡുകൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോർവേ ഇസ്രായേലിനെതിരെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വന്നിരിക്കുകയാണ്. അതിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരും. അവരവരുടെ രാജ്യത്ത് 1008 പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം വിട്ടിട്ട് ഇസ്രായേൽ, ഗാസ, പാലസ്തീൻ, ലെബനാൻ, ഇറാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം ഇവർക്ക് കൂടുതൽ താല്പര്യം. ഇവർ തന്നെ പല പ്രശ്നത്തിൽ കിടക്കാണ്. ഈ നോർവേ അതുപോലെ നാറ്റോ രാജ്യങ്ങളെയൊക്കെ തന്നെ അമേരിക്ക മാറ്റി നിർത്തിയിരിക്കുകയാണ്, പടിക്ക് പുറത്താണ് നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് ഒരു കൺസേണും ഇല്ല. ഇവർക്കിപ്പോൾ കൂടുതലും ഗാസയെക്കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചാണ് ഇവർക്ക് വേവലാതി. അവിടെ സാങ്ഷൻസ് ഏർപ്പാടാക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കാര്യം നല്ല വ്യക്തമായിട്ട് അറിയാവുന്നേ, എന്നിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഡയലോഗുകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇസ്രായേലിനെതിരെയൊക്കെ സാങ്ഷൻ ഏർപ്പാടാക്കിയിട്ട് ഇവർക്ക് അമേരിക്കയിൽ നിന്ന് ഫണ്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? നാറ്റോയുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയിൽ നിന്ന് അപ്പോഴേ പണി കിട്ടും നാറ്റോ രാജ്യങ്ങൾക്ക്. ഇസ്രായേലിനെതിരെ ഒന്നും ഒരു ചെറു വിരൽ പോലും അനക്കാൻ നാറ്റോ രാജ്യങ്ങൾക്കോ യൂറോപ്യൻ യൂണിയനോ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജസ്റ്റ് ഡയലോഗ് മാത്രം പറയാനേ അവരെ കൊണ്ട് കഴിയൂ. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഇറാഖിന്റെ സൈഡിലുള്ള എണ്ണപ്പാടങ്ങളും അതേപോലെ കുർദിഷ് ജനങ്ങൾക്ക് നേരെയും ആക്രമണം തുടരുകയാണ്. അവർ തുടർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ലെബനാന്റെ ഉള്ളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഇറാഖിന്റെ ഉള്ളിൽ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ട്രംപ് കാനഡയ്ക്ക് ഒരു താക്കീത് കൊടുത്തിരിക്കുകയാണ്. കാനഡ ഞാൻ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് ചേർക്കുമെന്ന് പണ്ടേ പറഞ്ഞിരുന്നതാണ്. നിങ്ങൾ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന നിങ്ങളുടെ കംപ്ലീറ്റ് സബ്സിഡിയും ഞാൻ നിർത്തിക്കളയും എന്നുള്ളൊരു ഭീഷണി ട്രംപ് കാനഡയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് കാനഡ അമേരിക്കയ്ക്കെതിരെ തുടരെ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അതേപോലെ പലതരത്തിലുള്ള നടപടികളും അവർ സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇമ്പോർട്ട് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ ഇപ്പോഴും കാനഡയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് കാനഡയ്ക്ക് ഒരു താക്കീത് ട്രംപ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ 2500 മുതൽ 6000 മൈനുകൾ വരെ കുഴിച്ചിട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ തപ്പി ഇറങ്ങുമെന്നാണ് ഇപ്പം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് കുറേ മാസങ്ങളായി. അതിൻ്റെ ഇടയ്ക്കാണ് വെടിനിർത്തൽ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സമയം ഇങ്ങനെ മെനക്കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വെടിനിർത്തലൊന്നും ഇല്ലാതെ ഇറാനിൽ തുടങ്ങിയ യുദ്ധം കണ്ടിന്യൂസ് ആയിട്ട് തുടരുകയും അതിനോടൊപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലുള്ള മൈനുകൾ നീക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഒരു തീരുമാനത്തിലെത്തിയേനെ. ചുമ്മാ അനാവശ്യമായിട്ട് പാകിസ്ഥാൻ, അമേരിക്ക, ഇറാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നാടകങ്ങൾ നടത്തി എന്നുള്ളതിലുപരിയായിട്ട് കാര്യപ്രസക്തമായിട്ടുള്ള ഒരു സംഗതിയും നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.